കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇല്ലിച്ചോട്ടിൽ സരോജിനിയുടെ പേരക്കുട്ടിയാണോ മോളെ നീ? കയ്യിൽ വീണ പിടിക്കൊപ്പം ചോദ്യം ചോദിച്ച ആളെ അവളൊന്ന് നോക്കി. ഒരു 10-75 വയസ്സ് വരുന്ന അമ്മൂമ്മ. ചോദ്യം കേട്ടാൽ അറിയാം അച്ഛമ്മയുടെ ഏതെങ്കിലും കൂട്ടുകാരിയാവുമെന്ന്. പേരക്കുട്ടിയാണെന്ന് അവൾ തലയാട്ടി മറുപടി കൊടുക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ ചോദിക്കാൻ ഉഷാറായി. ആ നിനക്കറിയോ? ആ അറിയാൻ വഴിയില്ല. ഞാൻ കാർത്തിയായിനി. ഞാനും കുട്ടിയുടെ അച്ഛമ്മയും ഒരുമിച്ച് പഠിച്ചതാ. ഞങ്ങൾ പഠിച്ച 7ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അന്നത്തെ കാലത്ത് ഈ 7ാം ക്ലാസ് തന്നെ വലിയ പഠിപ്പാന്നേ. ചിരിയോട് അവർ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ തലയാട്ടുന്നുണ്ട് അവൾ. കൂട്ടത്തിൽ പുറത്ത് ബൈക്കിൽ തന്നെ കാത്തിരിക്കുന്നവരടുത്തേക്കും ഇടം കണ്ടിട്ട് നോക്കി പെണ്ണ്. ജിത്തുവേട്ടനടുത്തേക്ക് വേഗമെത്താൻ വേണ്ടിയാണ് അമ്പലത്തിൽ നിന്ന് തൊഴുത് തിടുക്കത്തിൽ ഇറങ്ങിയത്. എന്നിട്ടിപ്പോൾ ചെല്ലാൻ പറ്റുന്നുണ്ടോ? കള്ളക്കണ്ണൻ പണിയെന്നാണെന്ന് തോന്നുന്നു. ആളൊരു പരിഭവത്തോടെ ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കുമ്പോൾ കാർത്തിയാനി അമ്മൂമ്മ വീണ്ടും കയ്യിൽ പിടിച്ച് കുലുക്കുന്നുണ്ട്. കൂടെ അവളെയും കൊണ്ട് നടയിൽ നിന്ന് പുറത്തൊരു ഓരത്തേക്ക് സംസാരിക്കാനുള്ള സൗകര്യത്തിനായി ഒതുങ്ങി മാറി നിന്നു. അവളുടെ ശ്രദ്ധ വീണ്ടും അവരിലേക്കായി. മോളുടെ അച്ഛൻ കൃഷ്ണൻ മരിച്ചിട്ട് 2 വർഷത്തോളം ആയല്ലേ? വലിയ കഷ്ടമായി കുട്ടിയെ. കഴിഞ്ഞ മാസം ഞാൻ സരോജിനിയെ സർക്കാർ ആശുപത്രിയിൽ വെച്ച് കണ്ടിരുന്നു. ഹോ, മക്കളുടെ അച്ഛനെ ഓർത്തുള്ള അവളുടെ കരച്ചിലുണ്ട് സഹിക്കാൻ പറ്റിയില്ല എനിക്ക്. ആണായിട്ട് അവനല്ലേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആർക്കായാലും സഹിക്കാൻ പറ്റുമോ? മോളുടെ അമ്മ അവളിപ്പോൾ എന്ത് പണിക്കാ പോകുന്നേ? ടൗണിലൊരു തുണിക്കടയിൽ. ആ കാശൊക്കെ ഉണ്ടോ? ആ കുഴപ്പമില്ല. എന്താ അമ്മയുടെ പേര്? പ്രമീള. കുട്ടിയുടെ താഴെ ഒരാൾ കൂടിയല്ലേ? അനിയത്തിയുണ്ട്, താര. ആ കുട്ടി എന്താ ചെയ്യണേ? പഠിക്കുക, +2-ന്. അല്ല, കുട്ടിയുടെ പേരെന്താ? എല്ലാം ചോദിച്ചു, അത് വിട്ടുപോയി ഞാൻ. തിങ്കൾ, ഡിഗ്രി ചെയ്യുക ഞാൻ. ചിരിയോട് അവർ ചോദിക്കുമ്പോൾ തിടുക്കത്തിൽ പറയുന്നുണ്ട് അവൾ. അല്ലാതെ ഈ ചോദ്യാവലി കഴിയണ്ടേ? ആ നല്ല പേരാ. പിന്നെ സരോജിനിക്കൊരു മോള് കൂടെ ഇല്ലയോ? ഉവ്, അമ്മായി ഭാമിനി, അമ്മാവ് ദിനേശൻ. അവർക്ക് 2 മക്കളാ, ശ്രീത്തും ശ്രീപ്രിയയും. ദേ അമ്മമ്മ, ഇനിയും വൈകിയ നടക്കൂട്ടോ. അത് നേരാ കുട്ടിയെ. സംസാരിച്ചെന്ന് സമയം പോകുന്ന അറിഞ്ഞില്ല. അച്ഛമ്മയോട് എൻ്റെ അന്വേഷണം പറയണം കേട്ടോ. ശരിയെന്നാ. അതും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിയും വിട്ട് അവർ ഹരേ രാമ ഹരേ കൃഷ്ണ നാമം ചൊല്ലി വേഗം അമ്പലത്തിലേക്ക് കയറി. സത്യത്തിൽ ഈ വിശേഷണങ്ങളെല്ലാം ആശുപത്രിയിൽ വെച്ച് തന്നെ സരോജിനിയോട് ചോദിച്ചാണ് അവർ. പലതൊക്കെ മറന്നുപോയതുകൊണ്ട് ഒന്നുകൂടെ ചോദിച്ചു. ഇനിയും മറന്നുപോയാൽ അടുത്ത തവണ തിങ്കളിനെ കണ്ടാലും സരോജിനി കണ്ടാലും ഇത് തന്നെ പിന്നെയും ചോദിക്കും. പ്രായമായവരുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ഒന്നുകൂടെ ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി തൊഴുതവൾ പുറത്തേക്ക് ഇറങ്ങി. ചെരുപ്പിടുമ്പോൾ ജിത്തുവിന്റെ ബൈക്ക് നിന്നിടത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ അവനവിടെ ഇല്ല. ബൈക്ക് അപ്പുറം നിർത്തിയിട്ടുണ്ട്. നീ പെണ്ണേ ഇവിടെ! ജിത്തുവിന്റെ വിളിയിൽ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആൾത്തറയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട് അവൻ. അവന്റെ ആ വരവിൽ ഒരു തിങ്കൾ തന്നെ അവിടെ മുഖത്തു വീശു. ആരായിരുന്നു അത്? അച്ഛമ്മയുടെ കൂട്ടുകാരിയാ. അവൾ ആ പറയുന്നതിനൊപ്പം തന്നെ അവന്റെ നെറ്റിൽ അലസമായി കിടക്കുന്ന മുടികൾ മാറ്റി ഒരു കുറിയും വരച്ചു കൊടുത്തു. പുഷ്പാഞ്ജലിയുടെ പ്രസാദം അവന് നേരെ നീട്ടുമ്പോൾ വാ തുറന്നവൻ. ഉള്ളിൽ പൊങ്ങി വന്നൊരു നാണത്തോടെ ഇച്ചിരാവിലും പഴം അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ കൈവിരലൊന്ന് നുണഞ്ഞുപോയവൻ. തിങ്കൾ വെപ്രാളത്തോടെ കൈവലിക്കുമ്പോൾ ഒരു കള്ളച്ചിരി ഇരിച്ചു ജിത്തു. പരവേശത്തോടെ അവൾ ചുറ്റും നോക്കി. 1-ാം തീയതി ആയതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്. മുന്നിൽ ആളിന് ചുറ്റും കെട്ടിയ തറയിലാണ് ആളുകൾ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ആരുടെയും ശ്രദ്ധ ഇങ്ങോട്ടില്ലെന്ന് മനസ്സിലായതും സമാധാനത്തോടെ നിശ്വസിച്ചു പെണ്ണ്. അമ്പലത്തിന്റെ ഇടതുവശം കുളമാണ്. കുളത്തിന് വലതുവശം ചേർന്ന് ഒരാലുകൂടെയുണ്ട്. അതിന്റെ നിലത്തേക്ക് വളർന്നിടക്കുന്ന വള്ളികളിലായി നിരവധി ആളുകൾ താലിയും തൊട്ടിലുമൊക്കെ കെട്ടിയിട്ടുണ്ട്. കല്യാണം നടക്കാനും സന്താന സൗഭാഗ്യത്തിനും വേണ്ടിയാണ്. അങ്ങനെ നടന്ന ചരിത്രങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുവത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്രം കുറച്ച് പ്രശസ്തിയേറിയ അമ്പലം തന്നെയാണ്. പല നാട്ടിൽ നിന്ന് ആളുകൾ ഇതിനു വേണ്ടി ഇങ്ങോട്ട് വരാറുമുണ്ട്. ഇങ്ങനെ പേടികളെന്റെ പെണ്ണേ, നിന്റെ കണവനാവാൻ പോകുന്നവനല്ലേ ഞാൻ. കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടുള്ള ജിത്തുവിന്റെ വർത്തമാനത്തിൽ തിങ്കളിന്റെ നോട്ടം വീണ്ടും അവനിലേക്ക് എത്തി. ആവുമ്പോ മതിയല്ല ഈ പെണ്ണ്. ജിത്തുകളുടെ കവിളിലൊന്നുള്ളി. ജിത്തുവിന് എന്താ അമ്പലത്തിൽ കയറിയാ? എനിക്കുള്ള നീ പ്രാർത്ഥിക്കുന്നില്ലേ? അത് മതി, വേഗം പോവാൻ നോക്ക്. നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് ലോഡ് ഇറക്കാൻ പോവാൻ. ജിത്തു ഡിഗ്രി കഴിഞ്ഞ് ജോലി നോക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു അച്ചാർ കമ്പനിയിൽ ഡ്രൈവറായിട്ട് കയറിയിട്ടുണ്ട് അവൻ. അച്ഛൻ ദിനേശിന്റെ പെട്ടിയോട്ടോ ഇപ്പോൾ അവനാണ് ഓടിക്കുന്നത്. എനിക്ക് കഫേ കൂടെ കയറണം ജിത്തുവേട്ടാ. റിസൾട്ട് വന്ന് പ്രിന്റ് എടുക്കാറുണ്ട്. കയറാണി, അതിനുള്ള സമയമുണ്ട്. പറച്ചിലിനൊപ്പം പുറകിൽ കയറുന്നവരുടെ കൈയെടുത്ത് അവൻ വയറിലൂടെ ചുറ്റിപ്പിടിപ്പിച്ചു. ആള് തോളിൽ തന്നെ വെച്ചപ്പോൾ പരിഭവത്തിൽ അവന്റെ മുഖം മങ്ങിയെങ്കിലും അവൻ ബൈക്ക് എടുത്തു. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് അവൾ പഠിക്കുന്നത്. ഇന്ന് അവളുടെ 4th സെം റിസൾട്ട് വന്ന ദിവസമാണ്. അത് പ്രിന്റ് എടുക്കാനാണ് ഇപ്പോൾ കഫേയിൽ പോകുന്നത്. റിസൾട്ട് നോക്കുമ്പോൾ ജയിക്കുക മാത്രമല്ല, അത്യാവശ്യം നല്ല മാർക്കും ഉണ്ട് അവൾക്ക്. ശ്രീത്തിനോട് പറഞ്ഞ് റിസൾട്ട് പ്രിന്റ് എടുത്ത അവൾ വരുമ്പോൾ അവൻ അപ്പുറത്തെ കടയിലേക്ക് കയറിയിട്ടുണ്ട്. ബേക്കറിയാണത്. അവിടുന്ന് 2 ഡയറി മിൽക്ക് വാങ്ങിയവൻ അവളുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തു. ഒരെണ്ണം താഴെ കൊടുത്തേക്ക്.
തിങ്കളത് സന്തോഷത്തോടെ സമ്മതിച്ച് ചോക്ലേറ്റ് വാങ്ങി ഒരു നന്ദി കൂടെ പറഞ്ഞു. നന്ദി മാത്രമേ ഉള്ളൂ? ചുണ്ടൊന്ന് കൂർപ്പിച്ചുകൊണ്ടുള്ള അവന്റെ ചോദ്യം. ഇപ്പം അത് മതി. കല്യാണം ഒന്ന് കഴിയട്ടെ, എന്നെങ്ങനെയിട്ട് വട്ടം കറക്കുന്നതിന് ഞാൻ നിനക്ക് തരുന്നുണ്ട്. ജീത്തു പറഞ്ഞിരുത്തുമ്പോൾ വെറുതെ ചിരിച്ചേയുള്ളൂ തിങ്കൾ. തിങ്കളിന്റെ അമ്മായിയുടെ മകനാണ് ശ്രീജിത്ത്. വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. തിങ്കളിന്റെ പഠിത്തം കഴിഞ്ഞ് കല്യാണം. ഇരുവശവും വെയിലേട്ടിയ ചെറിയ ടാറിട്ട ഇടവഴിയിലൂടെ ശ്രീജിത്തിന്റെ ബൈക്ക് തിങ്ങളുടെയും കൊണ്ട് മുന്നോട്ട് കുതിച്ചു. ഒരു വലിയ പറമ്പ് കഴിഞ്ഞ് 4 വശവും ശീമക്കൊന്നയുടെ വേലി കുത്തി കറുത്ത ഷീറ്റ് വെച്ച് മറിച്ചൊരു വീടിന് മുമ്പിൽ ആ ബൈക്ക് വന്ന് നിന്നു. തിങ്കളവന്റെ പിന്നിൽ നിന്നിറങ്ങി അവനോട് യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് കയറുമ്പോൾ കെട്ടിപ്പൊക്കിയ തുളസിത്തറയുടെ ഇടതുവശത്ത് മുളക് ഉണക്കാനിടുന്നുണ്ട് ആളുടെ അച്ഛമ്മ സരോജിനി. ബൈക്കിന്റെ ശബ്ദം കേട്ട് മുൻവാതിൽ പടിക്കൽ താരയും പ്രത്യക്ഷപ്പെട്ടു. ജിത്തു കയറുന്നില്ലേ? അച്ഛമ്മയുടെ നീട്ടി വിളിച്ചുള്ള ചോദ്യം. ഇല്ല അമ്മമ്മേ, ഓട്ടോ ഉണ്ട്, വൈകുന്നേരം വരാം. അതും പറഞ്ഞ് തിങ്കളിനെ നോക്കി തലയാട്ടി താരയെ നോക്കി കണ്ണി ചിമിച്ചിരിച്ച് അവനങ്ങ് പോയി. അത്രയധികം വിരിവില്ലാത്ത നീളം തിണ്ണയും 2 മുറിയും ഹാളും അടുക്കളയും അടുക്കളയോട് ചേർന്ന ബാത്റൂമുള്ള ഓടിട്ട കുഞ്ഞൊരു വീടാണ് തിങ്കളിന്റെ. മുന്നിലൊരു വലിയ ഗ്രൗണ്ടും 2 സൈഡിലും പറമ്പും പുറകിലൂടെ നീളത്തിലൊഴുകുന്ന ചാലിന് അപ്പുറവും ഇപ്പുറവും നെൽപ്പാടവും. ഇരുവശത്തേക്ക് 2 പറമ്പും കഴിഞ്ഞാൽ വീടുകൾ ഒരുപാടുണ്ടെങ്കിലും ഇവരുടെ വീടിന് തൊട്ടടുത്തെന്ന് പറയാൻ വീടുകളില്ല. അമ്മ പോയോ താരു? ചേച്ചിയുടെ ചോദ്യത്തിന് പോയി എന്ന് പറഞ്ഞവൾ അവളുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങി അകത്തേക്ക് കയറുമ്പോൾ റിസൾട്ട് വന്ന കാര്യവും അച്ചമ്മയുടെ കൂട്ടുകാരി കാർത്തേനിയെ കണ്ട കാര്യവും അച്ചമ്മയോട് പറഞ്ഞ് തിങ്കളും അകത്തേക്ക് കയറി. ശനിയാഴ്ചയാണ്, ആർക്കും ക്ലാസ് ഇല്ല. TV കണ്ടും പുസ്തകങ്ങൾ വായിച്ച് സമയം കടന്നു പോകുമ്പോൾ ആ 3 പേരും അറിഞ്ഞില്ല ഇന്ന് ഈ വീട്ടിലുണ്ടാകാൻ പോകുന്ന സംഭവവികാസങ്ങളെ കുറിച്ച്. വൈകുന്നേരം 6 മണിയാവുന്ന നേരം ഒരു ബൈക്ക് വീണ്ടും ആ വീടിന് മുമ്പിൽ വന്ന് നിന്നു. ബൈക്കിൽ നിന്നിറങ്ങിയ പ്രമീള ഉമ്മറത്തുനിന്ന് സെറ്റ് കൊണ്ടൊക്കെ ചുറ്റിറങ്ങുന്ന സരോജിനിയെ കണ്ട് ബൈക്കിലിരിക്കുന്നവനെ തിരിഞ്ഞൊന്ന് നോക്കി. അവന്റെ നോട്ടവും സരോജിനിയിലേക്ക് തന്നെയാണ് പ്രമീള കരുതിയത്. പക്ഷേ മുന്നിൽ തിണ്ണയിലിരിക്കുന്ന തന്നെ 2 മക്കളിലേക്കാണ് അവന്റെ നോട്ടം ചുഴിഞ്ഞിറങ്ങിയെന്ന് അവരറിഞ്ഞില്ല. അതോ അറിഞ്ഞിട്ടും അറിയാത്ത ഭാഗത്തിൽ നിൽക്കുന്നതോ. കരിക്ക് പരുവത്തിലുള്ള 2 എണ്ണം. അവൻ ചുണ്ടുകളൊന്ന് നനച്ചു. കൂടുതൽ പ്രമീളയെയും നോക്കിയവൻ. അവർ കണ്ണടച്ച് കാണിച്ചവും തലയാട്ടിയാവും പോകുമ്പോൾ അവരെ കണ്ട സരോജിനി പ്രാഗിൽ തുടങ്ങിയിട്ടുണ്ട്. പേഴ്ചവള്, നാണം കെട്ടവള്. എന്റെ മോൻ ചാവാ നോക്കിയിരിക്കായിരുന്നു, അവള് വേറെ സംബന്ധം ഉണ്ടാക്കാൻ. അച്ചമ്മ പ്രാകുമ്പോൾ തിങ്കളിന്റെ കണ്ണുകൾ കലങ്ങി. താരാപ്പോഴേക്ക് അമ്മയുടെ പിറകെ പോയിരുന്നു. അച്ഛമ്മേ മതി, ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞാ മോളെ. തിങ്കളിനെ കെട്ടിപ്പിടിച്ച് അവർ പറയുമ്പോൾ അവളും തിരികെ അവരെ പുണർന്നു. അപ്പോഴേക്കും ശ്രീജിത്തിന്റെ ബൈക്ക് അങ്ങോട്ട് വന്നു നിന്നിട്ടുണ്ട്. താരയും പ്രമീളയും ഒരുമിച്ചാണ് പുറത്തേക്ക് വന്നത്. ഭാമിനിയുടെയും ദിനേശന്റെയും 25ാം വിവാഹ വാർഷികമാണ് നാളെ. അത്യാവശ്യം നന്നായി തന്നെ ആഘോഷിക്കുന്നുണ്ട്. അച്ചമ്മയിന്ന് കൊണ്ടുപോകുന്നു. നാളെ ഇവരും കൂടെ അങ്ങോട്ട് വരും. നാളെ രാവിലെ തന്നെ എത്തില്ല അമ്മായി? ശ്രീജിത്ത് ചോദിക്കുമ്പോൾ വരാമേട എന്ന് തലയാട്ടി പ്രമീള. താരയോട് നിങ്ങളോട് ചിരിച്ച് തലയാട്ടിയവൻ അച്ചമ്മയും കൊണ്ട് പോകുമ്പോൾ പ്രമീള അകത്തേക്ക് പോയെങ്കിലും അവർ 2 പേരും അച്ചമ്മയും ചിത്തും പോകുന്ന നോക്കി അങ്ങനെ തന്നെ നിന്നു. കുളി കഴിഞ്ഞ് നനഞ്ഞ മുടി തോർത്തുമുണ്ടിൽ ചുറ്റി പ്രമീള മുറിയിലേക്ക് വരുമ്പോൾ അവരുടെ ഫോൺ കിടന്ന് ബെല്ലടിക്കുന്നുണ്ട്. ധൃതി പിടിച്ച് വേഗം ബാഗിന്റെ സിബ്ബർ നോക്കിയവളുടെ കീപാഡ് മോഡൽ ഫോൺ പുറത്തേക്ക് എടുത്തു. മൊബൈൽ സ്ക്രീനിൽ രഞ്ജിത്ത് മാനേജർ എന്ന് സേവ് ചെയ്തിരിക്കുന്ന പേര് കണ്ടതും ഉള്ളിൽ നിറഞ്ഞ അത്യാനന്ദത്തിൽ അവർ ആ കോൾ എടുത്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഹലോ രഞ്ജി. അത്രയും പതിഞ്ഞവളുടെ സ്വരം. എന്റെ പ്രമി എവിടെയായിരുന്നു പൊന്നെ? അവിടുന്ന് അവന്റെ അടക്കി പിടിച്ച സ്വരം കേട്ടതും ചുവന്നു പോയി പ്രമീളയുടെ മുഖം. ഞാൻ കുളിക്കായിരുന്നു രഞ്ജി, ഒരു നിമിഷം, പിള്ളേര് അപ്പുറത്തുണ്ട്, ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങട്ടെ. അത്രയും പതുക്കെ സംസാരിച്ച് ആ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ പുറത്തേക്ക് ഇറങ്ങി. പുറത്തെ തിണ്ണയിൽ കുളിച്ച് വിളക്ക് വെച്ച് നാമം ചൊല്ലുന്ന തിങ്കളിനെയും താരയും നോക്കി വേഗം അടുക്കളപ്പുറത്തെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് നടന്നു. കുറച്ചു മാറി പാടത്തേക്ക് ഇറങ്ങുന്ന മണ്ണ് വെച്ചുണ്ടാക്കിയ പടിക്കെട്ടിലൊന്നിലായി ഇരുന്നു അവർ. പാടത്തിൽ നിന്ന് കുറച്ച് ഉയരത്തിലാണ് വീട്. അതുകൊണ്ട് തന്നെ ആ പാടത്തിലേക്ക് ഇറങ്ങാൻ തിങ്കളിന്റെ അച്ഛൻ കൃഷ്ണൻ ഉണ്ടാക്കിയതാണ് ഈ പടിക്കെട്ട്. 8 പടികളോളം ഉണ്ടത്. അത്രയും ഉയരത്തിലാണ് അവരുടെ വീട് നിൽക്കുന്നത്. ഹലോ രഞ്ജി, എന്താ ഇപ്പൊ ഈ നേരത്തെ വിളി? ശ്വാസം എടുത്തു വിട്ടുകൊണ്ടുള്ള പ്രമീളയുടെ ചിരിയോടെയുള്ള ചോദ്യം. എനിക്ക് നിന്നെ വിളിക്കാൻ നേരം കാരൊക്കെ ഉണ്ട് പ്രമീ. പിന്നെ ഇപ്പൊ വിളിച്ചത് തന്റെ സ്വരൊന്നും കേൾക്കാൻ കൊതിയൊന്നിട്ട, അത്രയും മോഹം തോന്നിട്ട. കൊഞ്ചലോടെ തേനൂറും വാക്കൾ ചാലിച്ച് അയാൾ പറയുമ്പോൾ പ്രമീള അലിഞ്ഞുപോയി. അതിൽ പ്രമീ പഞ്ചാര ആലിച്ച് വീണ്ടും വിളിക്കുന്നുണ്ട് അവൻ. അവന്റെ ഈ വിളിയിലാണ് അവർ ശരിക്കും വീണുപോയത്. പ്രമീള ജോലി ചെയ്യുന്ന തുണിക്കടയിലെ സ്റ്റോക്ക് നോക്കുന്ന മാനേജറാണ് രഞ്ജിത്ത്. ഏകദേശം 35 വയസ്സിനോടടുത്ത് പ്രായം വരും അവന്. ഈ നാട്ടിലുള്ളവനല്ല, പുറത്തെവിടെയാണ് വീട്. പ്രമീളയേക്കാൾ 5-6 വയസ്സിനുള്ളതാണെങ്കിലും പ്രേമത്തിനൊന്നും പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ അവൻ വിരിച്ച വരയിൽ പ്രമീള മനഃപൂർവ്വം പോയി വീണതാണെന്നും പറയാം. അവരിന്നോളം പ്രമീയെന്നാരും വിളിച്ചിട്ടില്ല, അവരുടെ ഭർത്താവ് പോലും. ഉള്ളിൽ നിറയെ സ്നേഹമുണ്ടായിരുന്നെങ്കിലും അതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു ഗൗരവക്കാരനായിരുന്നു തിങ്കളിന്റെ അച്ഛൻ. അല്ലെങ്കിൽ അയാളെ മനസ്സിലാക്കാൻ പ്രമീളയും ശ്രമിച്ചില്ല. ടാക്സി ഡ്രൈവറായിരുന്നു അയാൾ. ഒരു ദിവസം ദൂരയാത്ര ഒന്ന് കഴിഞ്ഞ് കിടന്നാണ്, പിന്നെ എഴുന്നേറ്റില്ല. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അയാൾ മരിച്ച് 2 മാസം കഴിഞ്ഞതും പ്രമീള തുണിക്കടയിൽ ജോലിക്ക് പോയി തുടങ്ങി.
എന്നിരുന്നാലും അവർ പണിയെടുക്കുന്ന കാശൊന്നും വീട്ടിലെ ആവശ്യങ്ങൾക്ക് എത്തിയിട്ടില്ലെന്നത് മറ്റൊരു കാര്യം. ഇപ്പോഴും തിങ്കളിന്റെ അച്ചമ്മയുടെ കാശ് കൊണ്ടാണ് കുടുംബം നടന്നു പോകുന്നത്. വളരെ ലോലഹൃദയമുള്ള എന്തെങ്കിലും ഒരു പ്രശംസ ഒരാൾ പറഞ്ഞാൽ അതിലേക്ക് മയങ്ങി വീഴാൻ നിൽക്കുന്ന ഭർത്താവ് മരിച്ച, എന്നാൽ ചെറുപ്പം പൂർണ്ണമായി വിട്ടുമാറാത്ത ആ സുന്ദരിയെ ഒന്നും അതിവരോളം അനുഭവിക്കാനുള്ള മോഹം കൊണ്ട് രഞ്ജിത്ത് ഒരു ചൂണ്ടെറിഞ്ഞതാണ്. പ്രമീള അതിൽ കയറി പെട്ടെന്ന് തന്നെ കൊത്തുകയും ചെയ്തു. പക്ഷേ അവർക്ക് അവനോട് പ്രേമം തന്നെയാണ്. അവന് മാത്രമുള്ള ഒരു സ്വപ്ന ലോകത്ത് ഇങ്ങനെ വിവരിക്കുകയാണ് പ്രമീള. തനിക്ക് കിട്ടാത്ത അല്ലെങ്കിൽ അവർ മനസ്സിലാവാത്ത സ്നേഹം മുഴുവൻ അവനിൽ നിന്ന് അനുഭവിച്ചറിയണമെന്നുള്ള ഭ്രാന്ത് അവരെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി കളഞ്ഞു. അതിൽ അവർ 2 പ്രായം തികഞ്ഞ സ്വന്തം മക്കളെ മറന്നു. അവന്റെ വാക്കിലും പ്രവൃത്തിയിലും മതിമറന്ന് എന്നോ കഴിഞ്ഞുപോയ അവരുടെ യൗവനത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു പ്രണയിനിയുടെ ഭാവങ്ങളാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഫോണിന് മറുവശം അവരെ തന്റെ പരിധിയിലേക്ക് എത്തിക്കാൻ അവരെന്തൊക്കെയോ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിരി കടന്ന് പലതും ആ സംസാരത്തിൽ ഉൾപ്പെടുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഹാസ്യഭാവമാണ്. ചുണ്ടിൽ വശ്യതയും നാണവും കൂടിക്കലർന്ന ചിരിയും. കവിളുകൾ ചെഞ്ചായം പൂശ പോലെ അത്രയും ചുവന്നു തൊടുത്തിരിക്കുന്നു. പ്രമി, നീ പറഞ്ഞൊക്കെ നമുക്കൊന്ന് പ്രാക്ടിക്കലാക്കണ്ടേ? ഇന്നെനിക്ക് വരാലോ അങ്ങോട്ട്. അവസാനം അവൻ ആ പറഞ്ഞെടുത്തുമ്പോൾ അവരുടെ മുഖത്ത് ടെൻഷൻ നിറഞ്ഞു. രഞ്ജിത്തുമായി പല കൂടിക്കാഴ്ചകളും നടന്നിട്ടുണ്ട്. പക്ഷെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ്. രഞ്ജി, അത് അമ്മ പോയെങ്കിലും മക്കളില്ലേ ഇവിടെ? എനിക്കെന്തോ പേടി പോലെ. ഒന്നും പേടിക്കാനില്ല എൻ്റെ പ്രമി. അവരപ്പുറത്തെ മുറിയിലാക്കിയാൽ മതി. രാത്രി 11 കഴിഞ്ഞ് ഞാൻ വരൂ. ഞാൻ വന്ന് വിളിച്ചിട്ട് നീ വാതിലൊന്നാ മതി. കാണാനും മിണ്ടാനും സ്നേഹിക്കാൻ അത്രയും കൂത്തിയായിട്ടല്ല എനിക്ക്. കെഞ്ചും പോലെ അവന്റെ സ്വരം. അവരതിൽ പിന്നെയും വീണു. അവനോട് വന്നോളൂ എന്ന് പറയുമ്പോൾ ഫോണിലൂടെ അമർത്തിയൊരു ചുമ്മനം കൂടെ അവർക്ക് തിരിച്ചു കിട്ടിയതും ആകെ കോരി തരിച്ചു പോയി പ്രമീള. എനിക്കില്ലേ? വീണ്ടും അവന്റെ ചോദ്യം. രാത്രി വരുമ്പോ തരാം. നാളത്തിൽ അത്രയും മുലഞ്ഞുപോയി അവർ പറയുമ്പോൾ എനിക്ക് തിടുക്കമായി എന്നവന്റെ സ്വരം അവിടുന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ അവർ സംസാരിച്ചു. 5 നിമിഷം കൂടി. അതും കഴിഞ്ഞ് ആ കോള് കെട്ടിയത് പ്രമീള പടിക്കെട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പിന്നെ നിൽക്കുന്നവളെ കണ്ട് ഞെട്ടിത്തരിച്ചു പോയി അവർ. അമ്മ ഇത് ആരും ഇത്ര നേരം ഫോൺ വിളിക്കുന്നേ? തിങ്കളിന്റെ കടുപ്പിച്ചുള്ള ചോദ്യം. അതെന്റെ കൂടെ ജോലി ചെയ്യുന്ന സിന്ധുവാടി. അവൾക്കിന്ന് പനിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊന്ന് വിളിച്ച് സുഖവിവരം അന്വേഷിച്ചതാ. വളരെ സരസമായി തന്നെ അവരൊരു കള്ളം പറഞ്ഞു. അമ്മ രഞ്ജി എന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. ആളുടെ ആ പറച്ചിലിൽ ഉള്ളാലെ പ്രമീള ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല അവർ. രഞ്ജി, രഞ്ജിത്ത്. അവനെന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. ഞങ്ങളുടെ സ്റ്റോക്ക് മാനേജറാ രഞ്ജിത്ത്. ഇന്ന് തന്നെ ഇവിടെ ആക്കി തന്നില്ലേ? അവന്റെ ID കാർഡ് എൻ്റെ ബാഗിൽ വിട്ടുപോയി. ഞാൻ തന്നെ എടുത്തു വെച്ചാ. നാളെ ഒരു എന്നോട് മറക്കാതെ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞ് വിളിച്ചവൻ. നാളെ ഇതിന് അമ്മയ്ക്ക് ജോലിയില്ലല്ലോ. നാളെ ഇല്ലെങ്കിൽ മറ്റന്നാ, അത്ര തന്നെ. ഒരു ഉൾക്കുത്തലുമില്ലാതെ നുണകൾ മേനയാൻ അവർക്ക് മടിയുമില്ല. കള്ളം പറയാനും ചെയ്യാനും അത്രയധികം വിദഗ്ധയായിരിക്കുന്നു പ്രമീള. കാമുകിമാർ അങ്ങനെയാണല്ലോ. പക്ഷേ തിങ്കളുടെ ഉറപ്പുണ്ടായിരുന്നു ഈ പറയുന്നതെല്ലാം കള്ളമാണെന്ന്. വേറെ ഒന്നും കേട്ടില്ലെങ്കിലും ശരി, രഞ്ജി എന്നുള്ള അമ്മയുടെ അത്രയും കൊഞ്ചിയുള്ള സ്വരം അവൾ വ്യക്തമായി കേട്ടതാണ്. പക്ഷെ എത്ര ചോദിച്ചാലും അമ്മയുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് അവൾക്കറിയാം. അമ്മയായാലും തമ്മിലുള്ള ബന്ധം എന്താ? സത്യം പറയുന്നോട്. എന്നാലും ചോദിച്ചു പോവുകയാണ് അവൾ. എന്ത് ബന്ധം? നീ നിന്റെ അച്ഛമ്മ പറയുന്ന കേട്ട് എന്നെ ചോദ്യം ചെയ്യാണോ? അവര് വായിൽ തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകും എന്ന് വെച്ചിട്ട് അവൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ ഞാൻ ബൈക്കിൽ കയറി വരുന്നത് ഞങ്ങളിങ്ങനെ സംശയിക്കണോ? പതിരി പോകുന്ന മനസ്സിനെ അടക്കി നിർത്തി ദേഷ്യത്തിൽ പ്രമീള അവൾക്ക് നേരെ ചാടിക്കടിച്ചു. അച്ഛമ്മ മാത്രമല്ല, പലരും പലതും പറയുന്നുണ്ട്. പറയുമ്പോൾ അവിടെ തൊണ്ടയിടറി. അങ്ങനെ എല്ലാവരെയും നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ തിങ്കളെ? നിനക്കറിയില്ലേ, നിന്റെ അച്ഛൻ മരിച്ചിട്ട് 2 മാസം കഴിയുമ്പോൾ എന്നെ ജോലിക്ക് പോയവളാ ഞാൻ. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തുള്ള ഒരാളോട് മിണ്ടിയെന്ന് വെച്ച് ഇവിടെ എന്താ അത്ര വലിയ പ്രശ്നം? നീ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിന്റെ പെറ്റതളെ ആദ്യം വിശ്വസിക്കാൻ നോക്ക്. വെറുതെ ഇരുട്ടത്തേക്ക് അകത്തേക്ക് കയറി ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കിടക്കാം. അത്രയും പറഞ്ഞിരുത്തി അവരങ്ങ് പോകുമ്പോൾ തിങ്കളിന്റെ കവിളിലൂടെ ഒരു തുള്ളി കണ്ണീർ ഒലിച്ചിറങ്ങി. അമ്മ ഇനി ഒരാളെ പോലും സ്നേഹിക്കാൻ പാടില്ലെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അമ്മയ്ക്കൊരു ജീവിതം വേണമെന്ന് തന്നെയാണ് അവൾക്കും ആഗ്രഹം. അല്ലാതെ തന്നെയും താരയുടെയും വിവാഹം കഴിഞ്ഞ് അമ്മ ഒറ്റപ്പെട്ട് ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുമോ? അച്ഛൻ മരിച്ച് 2 വർഷമായിരിക്കുന്നു. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നവൻ. അവൾക്ക് ഇഷ്ടമല്ല അയാളെ. അമ്മ ഇങ്ങോട്ട് കൊണ്ടാക്കുമ്പോൾ മാത്രമല്ല, അമ്മയോടും പുറത്തേക്ക് പോകുമ്പോഴും അയാളെ കണ്ടിട്ടുണ്ട് തിങ്കൾ. അന്നേരമുള്ള അയാളുടെ ചുഴിഞ്ഞു നോട്ടോ ആക്ഷനുകളൊക്കെ കാണുമ്പോൾ തന്നെ ദേഹത്ത് പുഴുവരിക്കും പോലെയാണ് അവൾക്ക് തോന്നുക. അയാൾ എങ്ങനെയാണ് അമ്മ സ്നേഹിക്കുന്നതെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല തിങ്കളിന്. അതും അയാളുടെ ദുർനടപ്പിനെ കുറിച്ച് മറ്റുള്ളവർ ഇത്ര കണ്ട് പറഞ്ഞിട്ടും എങ്ങനെയെങ്കിലും അയാളിൽ നിന്ന് അമ്മയെ രക്ഷിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഞങ്ങളുടെ കൂടെ ജീവിതമാണ്. പലതും മനസ്സിൽ കണക്കൂട്ടി ആലോചിച്ച് തന്നെയാണ് തിങ്കളും അകത്തേക്ക് കയറിയത്. അവൾ അകത്തേക്ക് വരുമ്പോൾ രാത്രിയിലേക്കുള്ള അത്താഴത്തിൽ നോക്കിയാണ് പ്രമീള. ഹാളിൽ TV വെച്ച ശബ്ദം കേൾക്കുന്നുണ്ട്. താരയായിരിക്കും. തിളപ്പിച്ച് ചോറ് ഊറ്റി വെക്കുന്ന അമ്മയെ നോക്കി മുറത്തിരുന്ന പച്ചപ്പയറെടുത്ത് നന്നാക്കാൻ തുടങ്ങി തിങ്കൾ. അവൾ തന്നെയാണ് അത് കുത്തിക്കാച്ചി കറിയാക്കിയതും. ചോറിന് നേരം വറുത്ത പപ്പടം പ്രമീള തിങ്കളുടെ പ്ലേറ്റിലേക്ക് വെച്ചു. എനിക്ക് വേണ്ട. പറച്ചിലിനൊപ്പം അവൾ അതെടുത്ത് മാറ്റുമ്പോൾ എന്നാൽ എനിക്ക് തന്നേക്കമ്മയെന്നും പറഞ്ഞ് താര ആ പപ്പടം കൂടെ വാങ്ങിച്ച് തിന്നു. പഞ്ചാബി സിനിമയാണ് TV. എത്ര കണ്ടാലും മതി വരാത്ത സിനിമ. 3 പേരും TVയുടെ മുമ്പിൽ തന്നെയായിരുന്നു. പ്രമീളയും താരയും TVയിൽ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും തിങ്കളിപ്പോഴും കടുത്ത മുഖത്തോടെ ഇരിക്കുകയാണ്. അമ്മ തന്നോട് എല്ലാം തുറന്നു പറയും വരെ ഇനി അവരെ അവഗണിക്കാനാണ് അവളുടെ തീരുമാനം. പക്ഷേ ഈ രാത്രിയോടെ എല്ലാവരും അവളുടെ ജീവിതത്തിൽ എന്നേക്കുമായി അകലാൻ പോവുകയാണെന്ന് തിങ്കൾ ആ നിമിഷം അറിഞ്ഞതേയില്ല.
തിങ്കളും താരയും കിടക്കാനായി മുറിയിലേക്ക് പോകുന്ന കണ്ടിട്ടും കുറച്ചേരം ആളിൽ തന്നെ ഇരുന്നതിന് ശേഷമാണ് അവരുടെ മുറിവാതിൽക്കൽ പോയി പ്രമീള അകത്തേക്ക് നോക്കിയത്. രണ്ടുപേരും കിടന്നു കഴിഞ്ഞു. ഉറങ്ങിയെന്ന് ഉറപ്പില്ല. എന്നാൽ ഇനി അവർ എഴുന്നേറ്റ് വലിയെന്ന് ഉറപ്പോടെ പതിയെ ആ വാതിലും ചാരി പ്രമീള ഉള്ളിൽ നിറഞ്ഞ ആശ്വാസത്തോടെയാണ് സ്വന്തം മുറിയിലേക്ക് കയറി വാതിലടച്ച് അലമാര തുറന്ന് ചുവന്ന നിറത്തിൽ നേരിയ പട്ടുവരുന്ന അവരുടെ സാരിയും ബ്ലൗസും എടുത്ത് ബെഡിലേക്ക് വെച്ചു. നാണത്തിൽ അവരുടെ മുഖമൊന്ന് ചുവന്നു. രഞ്ജി പറഞ്ഞിരുന്നു സാരിയൊക്കെ എടുത്തൊരുങ്ങി സുന്ദരിയായി തന്നെ കാണാൻ അവന് വല്ലാത്ത കൊതിയുണ്ടെന്ന്. ബ്ലൗസ് എടുത്തിട്ട് ഭംഗിയിൽ അവർ ആ സാരി ഞൊറിഞ്ഞെടുത്ത് അരയിൽ നിന്ന് ഇറക്കി കുത്തി. ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ ഇത്രയും കടുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാറില്ല. നന്നായി ഒരുങ്ങി നടന്നിട്ടുമില്ല. ആഗ്രഹമില്ലായിട്ടല്ല, നാട്ടുകാർ ഓരോന്ന് പറയുന്നത് പേടിച്ചിട്ടാണ്. പക്ഷെ അതിൽ കൂടുതൽ നാട്ടുകാർ അവരെക്കുറിച്ച് പറയുന്നത് അവർ കാര്യമാക്കിയതുമില്ല. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് കുട്ടിക്കോറയുടെ ചെറിയ പൗഡറിൽ നിന്ന് അല്പം പൗഡർ കയ്യിലെടുത്ത് തട്ടിക്കുടഞ്ഞ് മുഖത്തിട്ട് കൺമിഷിയെടുത്ത് കണ്ണ് നന്നായി കടുപ്പിച്ചെഴുതി നെറ്റിയിൽ കുങ്കുമം കൊണ്ട് ഇത്തിരി വലുപ്പത്തിലൊരു വട്ടപ്പൊട്ട് കൂടെ കുത്തി ആ ഒരു സ്വന്തം രൂപം നോക്കി വശ്യമായെന്ന് ചിരിച്ചു. മുടി കെട്ടിവെക്കാതെ അഴിച്ചിടാൻ തന്നെ തീരുമാനിച്ചു അവർ. ഈ പ്രായത്തിൽ ഒരുങ്ങി നിന്നപ്പോഴുള്ള തന്റെ വശ്യഭംഗിയിൽ പ്രമീള അഭിമാനം കൊണ്ടു. പിന്നെ എന്തൊക്കെയോ തന്നെ മുഖത്തും ശരീരത്തിലും ചെയ്യാൻ അവർക്ക് തോന്നുന്നുണ്ട്. എത്ര ഒരുങ്ങിയിട്ടും മതിയാവാത്ത പോലെ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വീണ്ടും തിരിഞ്ഞു മറിഞ്ഞു നോക്കി കളിക്കുമ്പോഴാണ് അവരുടെ ഫോൺ റിങ്ങിയെന്ന്. വർദ്ധിച്ചു വന്ന നെഞ്ചിരിപ്പോടെ അവർ ഫോൺ എടുത്തു. രഞ്ജിത്ത് തന്നെയാണ്. സമയം 11 കഴിയുന്നതേയുള്ളൂ. പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിരിക്കുന്നവൻ. ഒരേ സമയം ലജ്ജയും ഭയം അവരെ വരിഞ്ഞു മുറുക്കി തളർത്തി. ഫോൺ എടുത്ത് പ്രമീള ചെവിയിലേക്ക് വെച്ചു. ഹലോ പ്രമി. തേനൊഴുകുന്ന പോലെ മൃദുലമായ വിളി. ഞാനെത്തി, അത് വാതിലുറന്നാ. താനിപ്പോൾ തുറക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പ്രമീള നേരെ പോയത് മക്കൾ കിടക്കുന്ന മുറിയിലേക്കാണ്. രണ്ടുപേരും നല്ല ഉറക്കമായി എന്നവർക്ക് ഉറപ്പായി. സമാധാനത്തോടെ ആ മുറിവാതിൽ നേരത്തെ പോലെ തന്നെ ചാരിയിട്ടവർ നേരെ മുൻവാതിലിനടുത്തേക്ക് നടന്നു. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ ശ്വാസം കയ്യിൽ പിടിച്ച് വാതിലൊന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രമീള. ചുറ്റും വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുന്നിൽ കൂരിരുട്ടാണ്. നിലാവ് പോലുമില്ല ഇന്ന്. റോഡിനപ്പുറം ഗ്രൗണ്ടിൽ മാത്രം ചെറിയൊരു ബൾബിന്റെ വെളിച്ചം കാണുന്നുണ്ട്. ഉള്ളിൽ നിറഞ്ഞ പേടിയോടെ മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതാണ് പ്രമീള. അതിനു മുന്നേ പിന്നിൽ വന്നവൻ അവർ അരക്കെട്ടിൽ ചുറ്റും പിടിച്ചെടുത്തിരുന്നു. രഞ്ജി അവർ ഞെട്ടലോടെ വിളിക്കുമ്പോഴൊന്ന് മൂളിക്കൊണ്ട് അവരുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി ചുംബിച്ചു അവൻ. ആകെ കുളിര് കോരിപ്പോയി പ്രമീള. എന്തൊരു സുന്ദരിയാടി പ്രമീ നീ. അവർ തിരിച്ചെടുത്തി ആഞ്ഞുമുണന്ന് കവിളിലും ചുംബിച്ചു അവൻ. പെട്ടെന്ന് അവനെയും കൊണ്ട് അകത്തേക്ക് കയറി മുൻവാതിലടച്ചു പൂട്ടി തന്റെ മുറിയിലേക്ക് അവനെ വേഗം കയറ്റി ആ വാതിലും ചാരി ലോക്ക് ചെയ്തപ്പോഴേക്കും കിതച്ചു പോയിരുന്ന പ്രമീള പതിയെ തിരിഞ്ഞ് കണ്ണുകൾ തുറന്ന് അവൻ നോക്കുമ്പോൾ വല്ലാത്തൊരു ഭാഗത്തോടെ തന്നെ അടിമുടി നോക്കുന്നവനെ കണ്ട് അവരുടെ കവിളിണകൾ നാണത്താൽ ചുവന്നെടുത്തു. ഇത്രയും സൗന്ദര്യമൊക്കെ നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു പ്രമീ. എനിക്ക് നിന്നെ അങ്ങ് മുഴുവനായിട്ട് കടിച്ചെന്നാ തോന്നുവണ്ണേ. പറച്ചിലിനെ പെട്ടിരുന്ന ഷർട്ട് പെട്ടെന്ന് ഊരി മാറ്റിയവൻ അവൻ ആ പഞ്ചാര വാക്കിൽ പൂത്തളത്തിൽ നിൽക്കുന്നവന്റെ അരക്കെട്ടിൽ പിടിച്ച് ദേഹത്തേക്ക് വലിച്ചു ചേർത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.